ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് റിയാദിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ ആനമങ്ങാട് സ്വദേശി തൈക്കോട്ടിൽ വീട്ടിൽ ഉമറാണ് ആശുപത്രിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരിച്ചത്. പള്ളിക്കൽ കുമ്മിണിപ്പറമ്പ് റോഡിലെ വിള്ളൽ നികത്താൻ സർക്കാരിന്റെ പക്കൽ പണമില്ല. ആഴ്ചകളായി റോഡിൽ ഏതാണ്ട് 15 മീറ്റർ നീളത്തിൽ പലയിടത്തായി വിള്ളലും കുഴികളുമാണ്. വീപ്പ സ്ഥാപിച്ച് കയറുകെട്ടി ഗതാഗതം നിരോധിച്ചെന്ന ബോർഡ് വെച്ചു മടങ്ങിയ ഉദ്യോഗസ്ഥരെ പിന്നെ ഇതുവഴി കണ്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് നഗരത്തെയും പരിസര പ്രദേശങ്ങളെയും മുക്കിയ വെള്ളപ്പൊക്കത്തിന് ശേഷം കൊണ്ടോട്ടി വലിയ തോടും തീരങ്ങളും ഇത്തവണയും മാലിന്യ തുരുത്തായി മാറി. മഴ കുറഞ്ഞതിനൊപ്പം ജലനിരപ്പ് താഴ്ന്ന തോട്ടിലും ഇരുകരകളിലുമായി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. കരുവാരക്കുണ്ട് കൂമ്പൻ മലവാരത്തിന് സമീപത്തെ കണ്ണമ്പള്ളി എസ്റ്റേറ്റിലെ കൂറ്റൻ ജലസംഭരണികൾ നികത്തൽ തുടങ്ങി. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ നൽകിയ നോട്ടീസിനെ തുടർന്നാണ് നടപടി. 5 ദിവസത്തിനകം കുഴികൾ ശാസ്ത്രീയമായി നികത്തി വെള്ളം ഇറങ്ങാതിരിക്കാൻ ടാർപോളിൻ ഷീറ്റ് വിരിക്കണമെന്നാണ് കളക്ടർ ഉത്തരവിട്ടത്. ഭൂനികുതി സ്വീകരിക്കുന്നതിന് വനം വകുപ്പ് ഉടക്ക് സ്വീകരിച്ചതോടെ വള്ളിപ്പുളയിലെ കുടുംബങ്ങൾ ആശങ്കയിൽ. ചോക്കാട് കല്ലാമൂല വള്ളിപ്പുള പ്രദേശത്തെ 13 കുടുംബങ്ങളാണ് കുടിയിറക്ക് ഭീഷണി നേരിടുന്നത്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് പരിസരത്ത് രൂപപ്പെട്ട വലിയ കുഴികൾ അടയ്ക്കാൻ മരാമത്ത് വിഭാഗം തെരഞ്ഞെടുത്തത് ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന ദിവസം. തിങ്കളാഴ്ച പകൽ മുഴുവൻ നീണ്ട ഗതാഗത കുരുക്കിന്റെ ഫലമായി സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നഷ്ടവും സംഭവിച്ചു. മലയിടിച്ചിൽ സാധ്യതയുള്ള തീവ്രമേഖലയായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച നാടുവാണി ചുരത്തിൽ ഉപഗ്രഹ നിയന്ത്രിത നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കാനുള്ള നിർദ്ദേശം നടപ്പായില്ല. രാജ്യത്ത് 10 മലപ്രദേശങ്ങളാണ് മലയിടിച്ചിൽ സാധ്യതയേറിയ തീവ്രമേഖലയായി കാണുന്നത്. കടലുണ്ടി പുഴയോരം പല ഭാഗങ്ങളിലും വീണ്ടും ഇടിയുന്നതായി നാട്ടുകാരുടെ പരാതി ഉയർന്നു. വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഇല്ലിപ്പിലാക്കൽ കൂരിയാട് ഭാഗങ്ങളിൽ നേരത്തെ വൻതോതിൽ കരയിടിഞ്ഞിരുന്നു. ഇപ്പോൾ വലിയോറ വാക്കിക്കയം റെഗുലേറ്ററിന് താഴത്തായി കടലുണ്ടി പുഴയിൽ കരയിടിച്ചിലുണ്ടായി. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.